കർത്താവിനോട് വിശ്വസ്ത കാണിക്കാൻ പറ്റുന്നില്ല, ഈ കുപ്പായം ഊരിക്കളഞ്ഞിട്ട് എനിക്ക് എന്റെ പണിക്ക് പോവാം, അടുത്ത ദിവസത്തെ വിശുദ്ധ കുർബാന തൃക്കാക്കര അമ്പലത്തിലായിരിക്കും, ആലുവ ശിവക്ഷേത്രത്തിൽ, ആലുവ മണൽപ്പുറത്ത് നമുക്ക് ആലുവ ഒരു ജപമാല റാലി അങ്ങോട്ട് സംഘടിപ്പിക്കാം എന്നങ്ങോട്ട് തീരുമാനിക്കണം. നിങ്ങളത് പള്ളിയിൽ വിളിച്ച് എല്ലാവരും സ്നേഹിക്കണം. എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണ്. അത് തീർച്ചയാണ്, എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മാത്രം ഒരു പാളം ഇട്ട് അങ്ങോട്ട് മാത്രം പോരില്ല, ഇങ്ങോട്ടും വേണമല്ലോ. വിശ്വാസമൊക്കെ പറയാണല്ലോ, ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ആചാരങ്ങൾ നടത്തിക്കോ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് പങ്കുചേരാം എന്നൊക്കെയാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങളും റോമാക്കാർക്കെതിരെ ലേഖനങ്ങളിലൂടെ ഒക്കെ പൗലോസ്ലീഹയും പത്രോസ്ലീഹയും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അതെല്ലാം പ്രഘോഷിച്ചോളണം. അവിടെയുള്ള ആചാരങ്ങൾ, അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ അതൊക്കെ ആഘോഷിച്ചുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിലേക്ക് കടക്കാം എന്ന് നിങ്ങൾ പ്രഘോഷിച്ചോളണം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ക്രിസ്തു എല്ലാവരും അയച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കണം. അതാണ് എന്റെ ഒരു ആഗ്രഹം. എനിക്ക് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ? ഇതുപോലൊരു ചോദ്യം സാമൂഹികമായ ഒരു സിസ്റ്റം മതത്തിനകത്തേക്ക് കലർത്തിക്കൊണ്ട് ചിലർ ഈശോയും ചോദിക്കുന്നുണ്ട്. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ? അതാണ് തിരുസഭ നമ്മോടും പറയുന്നത്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ ഇത് പറഞ്ഞുകൊണ്ട് കർത്താവിനുള്ളത് കർത്താവിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കണം എന്നുള്ള ആ രീതി വെച്ചുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാം എന്നുള്ളതാണ് ഈ വൈദികൻ പറയുന്നത്. അതായത് പിശാചിനുള്ളത് പിശാചിന് കൊടുക്കുക, പിശാചിന്റെ കൂടെ നടക്കുക, ദൈവത്തിന്റെയും കൂടെ നടക്കുക. അതായത് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നടക്കാം, ഒരു തെറ്റില്ല എന്നാണ് ഈ വൈദികൻ പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും തമ്മിൽ കൂട്ടിക്കെട്ടരുത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഈശോ തന്നെ. സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും കൂട്ടിക്കെട്ടരുത്. അതായത് സ്വർഗത്തിന്റെ ആഘോഷവും ഈ ഭൂമിയിലെ ആഘോഷവും കൂട്ടിക്കെട്ടരുത്. ഇപ്പൊ പിന്നെ സ്വർഗീയ ആഘോഷം എന്താണെന്ന് പഠിപ്പിക്കാനല്ലേ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിൽ എന്താണ്, സ്വർഗത്തിന്റെ നിയമം എന്താണ്, അതനുസരിച്ച് ജീവിക്കണം, അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. ഇവിടെ ഭൂമിയിലുള്ള ജീവിതം നയിക്കാം, സ്വർഗത്തിലുള്ള ഭൂമിയിൽ നയിക്കാം. ഇത് രണ്ടും കൂട്ടിക്കെട്ടിയല്ല, എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് പോകണം. ഒരു അഴകൊഴിഞ്ഞ മട്ടില് എല്ലാം ഒന്നിച്ച് പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ പലരും ഇന്ന് പഠിപ്പിച്ചു വന്നിരിക്കുക. ഹല്ലേലൂയ. ഓണാഘോഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടവകയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഉതപ്പിലേക്ക് എത്താൻ കാരണമാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭാതനിയർ ഇതരമത അനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം. ഇതര മതങ്ങളുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് അപ്പോൾ സഹോദരനെ കാണാത്തവൻ സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. സത്യമാണ്. അപ്പോൾ സഹോദരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ആചാരങ്ങള്, അവരുടെ അനുഷ്ഠാനങ്ങള് എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് അവരെ സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കാൻ ഇതൊക്കെയാണോ മാനദണ്ഡം? ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ കുറച്ച് പണം കൊടുത്താൽ അല്ലെങ്കിൽ കുറച്ച് ആഹാരം മേടിച്ചു കൊടുത്ത് അങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്? മറ്റുള്ളവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണോ നമ്മൾ ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? എല്ലാവരെയും സ്നേഹിക്കണം, അത് സത്യമാണ്, ക്രിസ്തു അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചുകൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതും വർദ്ധിക്കേണ്ടതും. കൾച്ചറിനെ കൾച്ചറായിട്ടും റിച്വലിനെ റിച്വലായിട്ടും കാണണം. ഒരു സംസ്കാരത്തിനെ ആ സ്ഥാനത്ത് ബഹുമാനിക്കുക, എന്നാൽ ആരാധനയ്ക്ക് അതിന്റെ വിലയും കൊടുക്കണം. അപമാനിക്കരുത്, കൂട്ടിക്കലർത്തുകയും ചെയ്യരുത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭാഐക്യത്തെ പറ്റിയുള്ള ഡിഗ്രി അതിന്റെ 1ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മുഴുവനും ഐക്യത്തിൽ വളരണം. സത്യമാണ്, ക്രിസ്ത്യാനികൾ മുഴുവനും ഐക്യത്തിൽ വളരണം, മറ്റുള്ളവരോട് ആ ഐക്യം കൊടുക്കുകയും ചെയ്യണം. മിശിഹ കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ ഏകവും അനന്യവുമാണ്. മിശിഹ കർത്താവിനെ സ്ഥാപിക്കപ്പെട്ട സഭ ഏകമാണ്, അത് അനന്യവുമാണ്. അതിനകത്ത് മറ്റുള്ള ആചാരങ്ങൾ കൂട്ടിക്കലർത്താൻ നമുക്ക് അവകാശമില്ല. പരമാധികാരം എവിടെയാ? പരിശുദ്ധ സിംഹാസനത്തിൽ. കർത്താവിന്റെ ശിഷ്യരെന്ന് സ്വയം ഏറ്റുപറയുകയും എന്നാൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പുലർത്തുകയും മിശിഹ തന്നെ വിഭജിക്കപ്പെട്ടാൽ എന്ന പോലെ വിഭിന്ന മാർഗങ്ങളിലൂടെ വ്യാപരിക്കുകയും ചെയ്യുന്നു. ഈ വിഭജനം മിശിഹായുടെ തിരുമനസ്സിന് വിരുദ്ധവും ലോകത്തിന് ദുർമാതൃക നൽകുന്നതും സർവസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയെന്ന അതിവിശുദ്ധ ദൗത്യത്തിന് ക്ഷതമേൽപ്പിക്കുന്നതുമാണ്. ഹല്ലേലൂയ. എന്താണ് സഭ പഠിപ്പിക്കുന്നത്? ഈ വൈദികം പറയുന്നത് പോലെയൊന്നുമല്ല. എല്ലാവരോടും ഐക്യം പാലിക്കണം, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പുലർത്തുകയും മിശിഹ തന്നെ വിഭജിക്കപ്പെട്ടാൽ എന്ന പോലെ മിശിഹായെ തന്നെ വിഭജിച്ച് എല്ലാം ഒന്നാണ് എന്ന കൂട്ടിക്കലർത്തലോടുകൂടി മിശിഹായെ തന്നെ വിഭജിച്ച് എല്ലാവരോടും ഐക്യത്തിൽ പ്രവർത്തിക്കുന്നത് അത് ദുർമാതൃകയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ദുർമാതൃക കൊടുക്കുന്ന സകല സൃഷ്ടികളോടും കുറിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന അതിവിശുദ്ധ ദൗത്യത്തിന് ക്ഷതമേൽപ്പിക്കുന്നതുമാണ്.
ഹല്ലേലൂയ. നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാ ആരാധനയും ഒന്നാണ്, എല്ലാം ആഘോഷിക്കാം എന്നുള്ള രീതി വെച്ചുകൊണ്ട് അത് സുവിശേഷ പ്രഘോഷത്തിന് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ശിഷ്യനെന്ന് സ്വയം ഏറ്റുപറയുക. ഇപ്പൊ അത് നിങ്ങളെ കുറിച്ച് പറയുന്നത്, സ്വയം ഏറ്റുപറയുക കർത്താവിന്റെ ശിഷ്യൻ, ഞാൻ വലിയ കർത്താവിന്റെ ശിഷ്യനാണ് എന്ന് സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് തെറ്റായ ഉപദേശമാണ്, അത് ദുർമാതൃകയാണ്, അത് സുവിശേഷ പ്രഘോഷണത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, സഭ പഠിപ്പിക്കുന്നതാ. ഇനിയുള്ള കാലത്ത് ഇത് ഒന്നിച്ചു പോയില്ലെങ്കിൽ, അവരോട് ഒന്നിച്ചു പോയില്ലെങ്കിൽ വർഗീയ വിഷയമായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് സുവിശേഷം പറഞ്ഞ് അയക്കാൻ പറഞ്ഞതും എല്ലാവരോടും ഒന്നിച്ച് സഹവർത്തിച്ച് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. എല്ലാം ഒന്നാണെന്ന് പറയാനായിരുന്നുവെങ്കിൽ, എല്ലാം ആഘോഷിച്ചോ എന്ന് പറയാനായിരുന്നുവെങ്കിൽ സ്ലീഹന്മാരാരും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കൊല്ലപ്പെടേണ്ടി വരികയില്ലായിരുന്നു. ഇന്നും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടേണ്ടി വരികയില്ലായിരുന്നു. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അന്ന് കള്ളമില്ല, ചതിയില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല, സഹോദരങ്ങളെ പോലെ സന്തോഷമായിട്ട് ജീവിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ജാതി, മതം, വർണ്ണം, ജീവിത നിലവാരം എന്നിവയുടെ പേരിൽ മനുഷ്യനോട് വിവേചനം കാണിക്കുന്നതിനെയും മനുഷ്യനെ ഞെരുക്കുന്നതിനെയും സഭ അപലപിക്കുന്നു. ഇതര മധ്യസ്ഥരുടെ ഇടയിൽ സൗഹൃദം പുലർത്തുക, എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കാൻ യത്നിക്കുക. അപ്പോഴാണ് ക്രൈസ്തവർ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിന്റെ പുത്രരായിത്തീരുന്നത്. കല്യാണമാണെങ്കിലും കൃഷിയാണെങ്കിലും അയൽവക്കക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി അതൊരു ആഘോഷം പോലെ കൈകാര്യം ചെയ്യുന്നതായിട്ട്. മാവേലി എന്ന രാജാവിന്റെ ഒരു അസുരന്റെ കാലത്ത് മനുഷ്യരെല്ലാം ഒന്നുപോലെയായിരുന്നു, കള്ളം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ സന്തോഷമായിട്ടിരുന്ന ഒരാളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേറൊരു വാമനന്റെ അവതാരം എടുത്ത് അവരുടെ ദൈവം എന്ന് പറയുന്നവര് എന്തിനാണ് വന്നത്? നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിനെ ചവിട്ടി. അപ്പൊ ആരാണ് നല്ലവൻ? അസുരനാണോ നല്ലവൻ? ദൈവമാണെന്ന് പറയുന്ന വാമനാണോ നല്ലവൻ? മാവേലി നാടുവാണിരുന്ന ആ കാലഘട്ടത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള ആളെ നശിപ്പിക്കാൻ വേണ്ടി നല്ലവനാണെന്ന് പറഞ്ഞത്. അപ്പൊ ആരാണ് നല്ലവൻ? ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ആരാണ് നല്ലവൻ? അസുരനായ പിശാചാണോ നല്ലവൻ, അതോ അസുരനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ മന്നാഷ്ണുവിന്റെ അവതാരമായ വാമനനാണോ നല്ലവൻ? അസുരനെ വാഴ്ത്തിപ്പാടുവാൻ, ആ അസുരന്റെ മഹിമകൾ പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രമാണ് തത്രപ്പാട് കാണിക്കുന്നത്? ഓരോ നാടിന്റെയും സംസ്കാരത്തോട് ചേർന്ന് നിന്ന് കർത്താവിന് സാക്ഷ്യം വഹിക്കാനാണ് തിരുസഭ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും. അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലും സഭ വളർന്നതും. കേരളക്കരയിലെ എല്ലാ നാട്ടിലും ഒരേ കാരണം കൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. അത് നല്ലതല്ലേ? അതിന് നന്മ നമ്മൾ കാണണ്ടേ? തിരുസഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. എല്ലാവരോടും സഹവർത്തത്തിൽ വർത്തിക്കണമെന്ന് ഇതില്ലാന്ന് ആരെങ്കിലും പറഞ്ഞോ? ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയല്ലേ. പക്ഷെ ആരുടെയും ആരാധനകള് നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലില് ദൈവിക ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച ഡിക്രിയിൽ അതിന്റെ 6ാമത്തെ പാരഗ്രാഫില് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനാൽ ആനയിക്കപ്പെടുന്നതിന് പരിശ്രമിക്കാൻ കടപ്പെട്ടവർ കർമാനുഷ്ഠാനങ്ങൾ എത്ര സുന്ദരമായിരുന്നാലും സംഘടനകൾ എത്ര തഴച്ചു വളരുന്നവയായാലും മനുഷ്യരെ ക്രിസ്തീയ പക്വതയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി പരിശീലിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നില്ലെങ്കിൽ അവ തീർത്തും നിഷ്ഫലമാണ്. ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ മൂല്യങ്ങളും പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര കർമാനുഷ്ഠാനങ്ങൾ സുന്ദരമായിട്ട് ആഘോഷിച്ചാലും, എത്ര നിങ്ങൾ ഇന്ന് ഒരുപാട് സംഘടനകളുണ്ടല്ലോ, ഒരുപാട് സംഘടനകൾ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ തഴച്ചു വളരുന്നുണ്ട്. ഈ സംഘടനകൾ കൊണ്ട് ഒരുപക്ഷെ മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യം വെറുതെ എത്ര സുന്ദരമായിട്ട് ആഘോഷിച്ചാലും അതുകൊണ്ട് യാതൊരു ഫലവുമില്ല, അത് തീർത്തും നിഷ്ഫലമാണ് എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കല്യാണവും ആഘോഷവും എല്ലാം ഒന്നിച്ചു പോകുന്നത് പോലെ പണ്ട് 30 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണവന്മാര് പല കാര്യങ്ങളും ഇങ്ങനെ പറയാറുണ്ട്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞ അച്ഛൻ എത്ര പന തിന്നിട്ടുണ്ട്, ഇന്നുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എത്ര ദിവസം ഉലക്കപ്പുറത്ത് കിടന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവര് ഉലക്കപ്പുറത്താണോ കിടന്നുറങ്ങുന്നത്? ഇന്ന് പട്ടുമെത്തയിലല്ലേ കിടന്നുറങ്ങുന്നത്? ഉലക്കപ്പുറത്ത് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പൊ പൂർവികർ പറഞ്ഞിരിക്കുന്നതിലുപരി ക്രിസ്തു എന്ത് പഠിപ്പിച്ചിരിക്കുന്നു, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവരാജ്യത്തെ പറ്റി എന്ത് പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മറ്റു മതസ്ഥരുടെ സംസ്കാരങ്ങളോട് ചേർന്നുകൊണ്ട് അവരുടെ നന്മകളൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. അവർക്ക് നന്മകളുണ്ട്, അവർക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളുമുണ്ട്. അവരൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നമ്മുടെ ദേവാലയത്തിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിന്റെ ഭാഗമായ ഓണക്കളികളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ഓരോ നാടിന്റെയും സംസ്കാരത്തോട് ചേർന്ന് നിന്ന് കർത്താവിന് സാക്ഷ്യം വഹിക്കാനാണ് തിരുസഭ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും. അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലും സഭ വളർന്നത്. ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സഭ വളർന്നത് ഭയങ്കര ഐക്യത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവരോട് ഐക്യപ്പെട്ടുകൊണ്ടല്ല സഭ വളർന്നത്, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്, ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പീഡനമേൽക്കാനും ആ പീഡനത്തിലൂടെ തന്നെയാണ് സഭ വളർന്നതും. അല്ലാതെ മറ്റുള്ളവരോ മതസ്ഥരോട് ഒന്നിച്ചു നിന്ന് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടല്ല സഭ ഇതുവരെ വളർന്നിട്ടുള്ളത്. മറ്റുള്ളവർ പഠിപ്പിക്കുന്നതൊക്കെ സഭ പഠിപ്പിക്കുന്നതിലും വ്യത്യസ്തമാണെങ്കിലും അത് ആത്മാർത്ഥതയോടെയാണ് കാണുന്നത്. പഠിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. നമ്മുടെ ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊക്കെ നമ്മൾ എന്തിനാ നിൽക്കുന്നത്? നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നത് എന്തിനാ? അവർ ക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങളല്ലേ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, ക്രിസ്തുവിനെ അല്ലേ നമ്മൾ പിൻചെല്ലുന്നത്. കാരണം രക്ഷകൻ ക്രിസ്തുവല്ലേ, ക്രിസ്തുവിലൂടെ മാത്രമാണല്ലോ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ നന്മയുണ്ട്, അവരുടെ നന്മകൾ കാണാം. അതല്ലാതെ അവരുടെ അത് നന്മയാണ്, എന്നാൽ അത് എന്റെ കുടുംബത്തിലേക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാൻ നമുക്ക് ദൈവം അനുവദിച്ചിട്ടില്ല. ഓണക്കളികൾ കളിക്കുന്നതിൽ എന്താണ് തെറ്റ്? പള്ളിയിൽ ഒന്ന് പൂക്കളിട്ടുകൊണ്ടോ പള്ളിയിൽ ഓണസദ്യ നടത്തിക്കൊണ്ടോ എവിടെയാണ് തെറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖയില് ദൈവിക ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച ഡിഗ്രിയില് അതിന്റെ 5ാമത്തെ പാരഗ്രാഫില് സഭ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി അർപ്പിതനായ രക്ഷകനായ ദൈവപുത്രന്റെ സാന്നിധ്യം വിശ്വാസികളുടെ സമാശ്വാസത്തിനു വേണ്ടി ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥനാലയം വെടിപ്പുള്ളതും പ്രാർത്ഥനയ്ക്കും വിശുദ്ധ പരികർമ്മങ്ങൾക്കും അനുരൂപമായിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ്? വിശുദ്ധ പരികർമ്മങ്ങൾക്കും വെടിപ്പുള്ളതായിരിക്കണം, പ്രാർത്ഥനയ്ക്കും വിശുദ്ധ പരികർമ്മങ്ങൾക്കും വെടിപ്പുള്ളതായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഈ മറ്റ് സാത്താനെ ആരാധിക്കുന്ന ആചാരങ്ങൾ കൊണ്ടുവന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനോ അവിടെ ദേവാലയത്തിനുള്ളിൽ ഓണസദ്യ നടത്തുവാനോ അവിടെ പായസം വിളമ്പാനോ അവിടെ പുലികൾ നടത്തുവാനോ ഉള്ള ആലയമല്ല ഇത്. സഭ പഠിപ്പിക്കുന്നതാണ് 2ാം വത്തിക്കാൻ കൗൺസിലിൽ. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് ആദ്യമേ പറഞ്ഞതുപോലെ സ്വയം അവകാശപ്പെടുന്ന ദൈവിക ശുശ്രൂഷകന് സ്വയം അവകാശപ്പെടുന്ന ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടല്ല. ദൈവം നിയോഗിച്ചിരുന്നെങ്കിൽ ദൈവത്തിനനുസൃതമായിട്ട് ജീവിക്കുമായിരുന്നു. ദൈവം നിയോഗിക്കാതെ നിങ്ങൾ സ്വയം ശുശ്രൂഷകരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് മറ്റുള്ളവരെല്ലാവരെയും ആഘോഷിക്കാം, മറ്റുള്ളവരുടെ എല്ലാം ദേവാലയത്തിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ച് നിങ്ങൾ തന്നെ സ്വയം തെരഞ്ഞെടുക്കുന്ന ആചാരമാണത്. നിങ്ങൾ ഈ ഐക്യം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത ദിവസം നിങ്ങളൊരു കാര്യം ചെയ്യണം, പള്ളിയിൽ ഒന്ന് വിളിച്ചു പറയണം. മെത്രാന്മാരെ, നിങ്ങളെ വൈദികരെ നിങ്ങളൊന്ന് പള്ളിയിൽ വിളിച്ചു പറയണം. നിങ്ങളുടെ ദേവാലയത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടവകയിൽ നിങ്ങൾ വിളിച്ചു പറയണം. അടുത്ത ആഴ്ചത്തെ വിശുദ്ധ കുർബാന തൃക്കാക്കര അമ്പലത്തിൽ വെച്ചായിരിക്കും. രാവിലെ 9 മണി മുതൽ നമ്മൾ എല്ലാവരും അവിടെ കൂടണം എന്ന് നിങ്ങളൊന്ന് വിളിച്ചു പറയാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 3 ദിവസത്തെ ആരാധന, 10 ദിവസത്തെ ഓണാഘോഷങ്ങളാണ് നിങ്ങൾ ഭയങ്കര കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പൊ 3 ദിവസത്തെ ആരാധനയോ പാർവതി അമ്പലത്തിലായിരിക്കും ആഘോഷിക്കപ്പെടുക. നിങ്ങൾ എല്ലാവരും ആ ദേവാലയത്തിൽ ഒരു 3 ദിവസത്തെ ആരാധനയ്ക്ക് പങ്കെടുക്കണം എന്ന് നിങ്ങളൊന്ന് വിളിച്ചു പറയണം. എന്നിട്ട് ആ വിശ്വാസികളെല്ലാം അവിടെ കൂട്ടിയിട്ട് അവിടെ ഒരു ആരാധന നടത്തണം. പിന്നെ കുരിശിന്റെ വഴിയൊക്കെ വരുമല്ലോ. കുരിശിന്റെ വഴി വരുമ്പോൾ നമുക്ക് പറയാം, അടുത്ത കുരിശിന്റെ വഴി എല്ലാ മതസൗഹാർദ്ദങ്ങളും എല്ലാവരും ഒന്നിച്ചാവണം. അവരുടെ ആചാരങ്ങളൊക്കെ നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്, നമ്മൾ ആസരനെയൊക്കെ ഇങ്ങനെ പൂജിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യത്തെ കുരിശിന്റെ വഴി പ്രാർത്ഥന മണക്കാട് ശ്രീകൃഷ്ണ അമ്പലത്തിന് ചുറ്റുമായിരിക്കും. ആ അമ്പലത്തിന് വലം വെച്ചുകൊണ്ട് നമുക്ക് കുരിശിന്റെ വഴി നടത്തണം. കുരിശും പിടിച്ചുകൊണ്ട് അച്ഛൻ ആദ്യം മുമ്പിൽ ഉണ്ടായിരിക്കും. ഇല്ല, നിങ്ങൾ പറയുന്നില്ലേ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം ഈ കുരിശിന്റെ വഴി ഈ കുരിശും പിടിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമേ മുമ്പിൽ ഉണ്ടാവും. എല്ലാവരും കുരിശെടുക്കാൻ പറ്റുന്നവർ കുരിശെടുത്തോളുക, തിരി പിടിക്കാൻ പറ്റുന്നവർ തിരി എടുത്തോളുക. നമുക്ക് അമ്പലത്തിന് ചുറ്റും നമുക്ക് അല്ലെങ്കിൽ
മോസ്കിന് ചുറ്റും, ജുമാ മസ്ജിദ് മോസ്കിന് ചുറ്റും നമുക്ക് കുരിശിന്റെ വഴി വെച്ച് വലം വെക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതല്ലേ മതസൗഹാർദ്ദം. ഇത് ഇങ്ങോട്ട് മാത്രം പോരല്ലോ, അങ്ങോട്ടും വേണമല്ലോ. അപ്പൊ മതസൗഹാർദ്ദം എന്ന അതിന് നിങ്ങൾക്ക് തന്റേടമുണ്ടോ? ഞാനൊരിക്കലും ഈ ഓണത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു സഹോദരൻ, ഒരു ഹൈന്ദവനായ സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓണം എല്ലാവർക്കും ആഘോഷിക്കാം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്പലത്തിലേക്ക് ഞാൻ ഒരു കുരിശിന്റെ വഴി നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പിന്നെ ഒന്നും മിണ്ടാൻ വന്നിട്ടില്ല. ഞാനൊരു കുരിശ് പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം, ഒരു കുരിശ് വരിക. അപ്പൊ നിങ്ങളുടെ അവരുടെ സ്ഥലത്ത് നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ എല്ലാ ആചാരം, അതെന്താ ക്രിസ്തു എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ക്രിസ്തു ഒരിക്കലും മറ്റുള്ള ആരാധനയും ആഘോഷിക്കണമെന്നോ ആചരിക്കണമെന്നോ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടില്ല. ശിഷ്യന്മാരായിട്ട് അതിനുവേണ്ടി അയച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജെറുസലേം ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ അവിടെ നിന്ന് അടിച്ചൊഴിച്ചത്. അതാ ജെറുസലേം ദേവാലയത്തെ പ്രാർത്ഥനയ്ക്ക് പോലുള്ള പ്രാർത്ഥന നടത്തുന്ന സ്ഥലം പോലുമല്ല, എന്നിട്ട് പോലും അവിടെ നിന്നും അവിടെ കച്ചവടം നടത്തിയിരുന്നു. ഇതേപോലെയുള്ള കച്ചവടം ഇന്ന് നമ്മൾ നടത്തുന്നത് ഒക്കെ കച്ചവടം. ഈ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് നിന്നും ക്രിസ്തു അവരെ അട്ടിയോടിച്ചത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളുക. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖയിൽ ദൈവിക ശുശ്രൂഷയും ജീവിതവും സംബന്ധിച്ച ഡിഗ്രിയിൽ അതിന്റെ 6ാമത്തെ പാരഗ്രാഫിൽ വീണ്ടും സഭ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെ സമൂഹം പടുത്തുയർത്തുന്നതിന് വൈദികർ ഒരിക്കലും ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രത്തിനോ മാനുഷിക ചേരിക്കോ അടിമകളാകരുത്. പ്രത്യേക സുവിശേഷ പ്രഘോഷകരും സഭയുടെ അജപാലകരും എന്ന നിലയ്ക്ക് മിശിഹായുടെ ശരീരത്തിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം കാഴ്ചവെക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അധ്വാനം കാഴ്ചവെക്കണം? പിശാചിനെ ബഹുമാനിക്കാനോ, പിശാചിന് മഹത്വം കൊടുക്കാനോ? അതിനുവേണ്ടിയാണ്. ഈ അസുരൻ എങ്ങോ ഇല്ലാത്ത, എങ്ങോ കിടക്കുന്ന ഒരു അസുരനെ, അവർക്ക് പോലും അസുരനാണെന്ന് പ്രഖ്യാപിക്കുന്ന അതിനെ ആഘോഷിക്കുവാനാണോ നിങ്ങൾ അധ്വാനം? നിങ്ങളുടെ അധ്വാനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് വൈദികരായിട്ട് ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് കർത്താവിനോട് വിശ്വസത കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അന്ന് ഞാൻ ഈ കുപ്പായം ഊരി പള്ളെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പണിക്ക് പോകും. ദൈവത്തോട് വിശ്വസത കാണിക്കുവാൻ, ദൈവത്തിന്റെ ശുശ്രൂഷകർ എന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ കുപ്പായം ഞാൻ ഇടുന്നതുകൊണ്ട് അർത്ഥമില്ല. ഈ കുപ്പായം ഊരി കളഞ്ഞിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകുന്നതല്ല. കാരണം അതാണല്ലോ തിരിക്കല്ല് കെട്ടി കഴുത്തിൽ കെട്ടിത്തൂക്കി കടലിൽ പോകുന്നതാണ് നല്ലതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ തെറ്റായ ബോധ്യത്തിലേക്ക് പകർത്തി വിടുവാൻ, തെറ്റായ പ്രബോധനങ്ങൾ നൽകി മറ്റുള്ളവരെ ക്രിസ്തുവിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവുമില്ല, അധ്വാനത്തിന് യാതൊരു പ്രയോജനവുമില്ല. അത് പിശാചിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്നതാണ് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. യാതൊരു പ്രത്യയശാസ്ത്രത്തിനോ മാനുഷികമായ പരിഗണനയ്ക്കോ അടിമകളാകരുത് എന്ന് പറഞ്ഞാൽ അതിന് അടിമകളാകരുത് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അതെങ്ങനെയാണ് വിഗ്രഹാരാധന ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനേക്കാളുപരി എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നുവോ, എന്തിനെ നമ്മൾ ബഹുമാനിക്കുന്നുവോ അത് വിഗ്രഹാരാധന തന്നെയാണ്. അത് പണമായാലും ഓണാഘോഷമായാലും ഓണക്കളികളായാലും എന്തു തന്നെയായാലും, എൻ്റെ ജോലി ആയിക്കോട്ടെ, എന്തു തന്നെയായാലും അത് വിഗ്രഹാരാധനയാണ് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് പൂവിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന അസുരനെ പൂവിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ പഴയ കാലത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത്. അതായത് ഇപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആ മഹാബലിയെ ആചരിക്കുമ്പോൾ, ആ മഹാബലിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ അസുരനിലേക്ക് തന്നെയാണ് നമ്മൾ ചെന്നെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിഗ്രഹാരാധന അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണെങ്കിൽ അത് വിശ്വാസം തന്നെയല്ലേ, അത് ആരാധന തന്നെയല്ലേ? പിന്നെന്താണ് ആരാധന അല്ലാണ്ട് വരുന്നത്? അവരുടെ വിശ്വാസപ്രകാരം അവരുടെ അമ്പലങ്ങളിൽ ആഘോഷിക്കുന്നു, അവരുടെ കുടുംബങ്ങളിൽ ആഘോഷിക്കുന്നു. അത് ആരാധന തന്നെയാണ്. അത് ആ മഹാബലിയിലേക്കുള്ള, സത്യത്തിലും മഹാബലിയിലേക്കുള്ളതല്ല, വാമനനിലേക്കുള്ള ആരാധനയാണ്. ഈ ആരാധന അവർ ആചരിക്കുന്നു. ഇതേ ആരാധന തന്നെയാണ് നമ്മൾ നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളും കൊടുക്കുന്നത്. അതേ മഹത്വം തന്നെയാണ് അവർ കൊടുക്കുന്ന, അതേ മഹത്വം തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ, ഇത് ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ കൊടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ മനുഷ്യരിലും, എല്ലാ മതങ്ങളിലും ദൈവിക അംശമുണ്ട്. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പൂർണ്ണത, ദൈവികമായിട്ടുള്ള പൂർണ്ണത കത്തോലിക്ക സഭയിലാണ്. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? 2 വള്ളത്തിൽ കാല് കുത്താൻ പോകുന്നത്? ഒരിക്കലും ഒരാൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല എന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 യജമാനന്മാരെ 2 വള്ളത്തിൽ കാല് കൊട്ടിക്കൊണ്ടിരിക്കുക. ആളാണ് ദൈവമെങ്കിൽ ബാലിന്റെ പുറകെ പൊക്കോ, ക്രിസ്തുവാണ് ദൈവമെങ്കിൽ ക്രിസ്തുവിന്റെ പുറകെ പോകണം, ക്രിസ്തുവിനെ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാവണം. നിങ്ങൾ എന്തൊരു ഉത്സാഹമാണ് ഓണത്തെക്കുറിച്ച് ഇങ്ങനെ ആഘോഷിക്കാൻ, എന്തൊരു ഉത്സാഹമാണ് ഓണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് ഇത്ര മഹത്വമായ
ക്രിസ്തു ഇത്ര പ്രാവശ്യം ഈ ലോകത്തിലേക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് മടിയാണ്, സാത്താനെ കുറിച്ച് പറയാനാണ് കൂടുതൽ ഇഷ്ടം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ ദൈവിക സത്യങ്ങൾ അന്വേഷിച്ചോട്ടെ. അതിന് ഇവിടെ ആരും തെറ്റ് പറയുന്നില്ല. അവർ അന്വേഷിക്കുന്നതിനല്ല തെറ്റ്. നമ്മുടെ ദേവാലയത്തിലേക്ക്, നമ്മുടെ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ചേർത്ത് വെക്കുന്നതാണ് തെറ്റ്. അവിടെ പോയി ആരാധന നടത്തുന്നത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ആരാധന ആ സഭ വിലക്കുന്നുണ്ടെന്ന്. അതേ ആരാധന തന്നെയല്ലേ നമ്മൾ നടത്തുന്നത്. അവർ നടത്തുന്ന അതേ രീതി തന്നെ നമ്മൾ നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അത് നമ്മുടെ ആരാധനയായിട്ട് മാറും. അതായത് ഇപ്പൊ യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്, ഈശോയെ നമസ്കരിച്ച് യോഗ ചെയ്താൽ മതി എന്ന്. ഞാൻ വേറൊരു ഭവനത്തിലേക്ക് ചെന്നു, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് ഞാൻ വിചാരിക്കുകയാണ് അത് എന്റെ ഭവനമാണ് എന്ന് വിചാരിച്ച് എനിക്ക് അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ അത് മോഷണമല്ലാതാവോ? അത് എന്റെ സാധനമാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്നാൽ അത് മോഷണമല്ലാതാവോ? അത് മോഷണമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ആചാരങ്ങള്, അവരുടെ ആരാധനയിൽ പങ്കെടുക്കണ്ട, അവരുടെ കൂടെ പോകണ്ട, അവരുടെ ദേവാലയങ്ങളോ അവരുടെ അമ്പലങ്ങളിൽ നിന്ന് പോയി ആരാധന നടത്തണ്ട. ആ ആരാധന നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിശുദ്ധി പരിവേഷമാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ പോലെയുള്ള വൈദികരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊരു വിചിത്രമായ ആചാരങ്ങൾ, എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്. ഇടയ്ക്കെങ്കിലും ഒന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാകും. സുഖസമർത്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി വൈദികി കുപ്പായം ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ബൈബിള് വായിച്ച് കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്, കർത്താവ് ആരാണ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അത് അറിയാതെ വെറുതെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് സുഖമായിട്ട് കാറയിലൊക്കെ സഞ്ചരിക്കാം, മറ്റുള്ളവരൊക്കെ ഒരു ഭരിച്ചുകൊണ്ട് നടക്കാം എന്നുള്ള ചിന്തയോടുകൂടി ഈ കുപ്പായം എടുത്തിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് മനുഷ്യർക്കും പ്രയോജനമില്ല, ദൈവത്തിന് ഒട്ടും പ്രയോജനമില്ലാത്തതാണ്. അവസാനം ഇദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സമ്മതിക്കാതെ വയ്യ, ഇരട്ടത്താപ്പ് സമ്മതിക്കാതെ വയ്യ. കാരണം ആരാധനയൊന്നും ദേവാലയത്തിലേക്ക് കയറ്റരുത് എന്നാണ് പഠിപ്പിക്കുന്നത്, അത് ചെയ്യരുതെന്ന് ഇദ്ദേഹം പറയുന്നു. എന്നാൽ അത് കയറ്റുന്നത് തെറ്റല്ല എന്നും പറയുന്നു. ഇത് ആരുടെ പക്ഷത്താണ് ഇങ്ങേര് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആരുടെ പക്ഷത്താണ്? സാത്താന്റെ പക്ഷത്താണോ അതോ ദൈവത്തിന്റെ പക്ഷത്ത്? എന്തായാലും ദൈവത്തിന്റെ പക്ഷത്തല്ല നിൽക്കുന്നത് എന്ന് മനസ്സിലായി. കാരണം രണ്ട് യജമാനന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എന്ത് വിളിക്കും? ഞാൻ അത്ര വൃത്തിയായിട്ട് ഭാഷ സംസാരിക്കുന്നത് നമുക്ക് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള വൈദികരോട്, പിതാക്കന്മാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ ഒരു പാരീഷ് കൗൺസിലൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്, അല്ലെങ്കിൽ പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന മധ്യേ ഒരു പ്രസംഗത്തിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു സംസാരിക്കണം. അടുത്ത ദിവസത്തെ വിശുദ്ധ കുർബാന തൃക്കാക്കര അമ്പലത്തിലായിരിക്കും, മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലായിരിക്കും എന്ന് നിങ്ങൾ പറയണം. അടുത്ത ഒരു 3 ദിവസത്തെ ധ്യാനം അതും നടത്തണം. നമ്മൾ ധ്യാനം നടത്തണമല്ലോ. 3 ദിവസത്തെ ധ്യാനം എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു 3 ദിവസത്തെ ധ്യാനം ശിവപാർവതി അമ്പലത്തിലായിരിക്കും നടത്തപ്പെടുക. എല്ലാവരും സഹകരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ അവരെ വിളിച്ചു കൂട്ടുക എന്ന് പറയണം. ഇതിപ്പോൾ ജപമാല മാസം തുടങ്ങാൻ പോവുകയാണല്ലോ. ഒക്ടോബർ മാസത്തിലേക്ക് ജപമാല മാസം ആരംഭിക്കുക. അപ്പോൾ ഈ ജപമാല മാസം ആരംഭിക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ വേണ്ട ആ മാസത്തിൽ, ആ ഒക്ടോബർ മാസം ഒരു മാസത്തില് ഒരു ദിവസം നമുക്ക് ആലുവ ശിവക്ഷേത്രത്തില്, ആലുവ മണൽപ്പുറത്ത് നമുക്ക് ഒരു ജപമാല റാലി അങ്ങോട്ട് സംഘടിപ്പിക്കാം എന്നങ്ങോട്ട് തീരുമാനിക്കണം. നിങ്ങളത് പള്ളിയിൽ വിളിച്ചു പറയണം. ഉറപ്പായിട്ടും പറയണം. നമ്മൾ കാരണം അത് എല്ലാവരുടെയും സഹകരണത്തിന് നല്ലതാണല്ലോ. അപ്പൊ അവരുടെ ആചാരങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാ മതസൗഹാർദ്ദത്തിലും നമുക്ക് ജീവിക്കാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് പറയാം ആനിയക്കോട് ജുമാ മസ്ജിദിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് നിങ്ങളൊരു റിപ്പോർട്ട് അങ്ങോട്ട് ഇറക്കണം. എന്നിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു ജപമാല റാലിയൊക്കെ നടത്തും. എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണ്. അത് തീർച്ചയാണ്, എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മാത്രം ഒരു പാലം ഇട്ട് അങ്ങോട്ട് മാത്രം പോരില്ല, ഇങ്ങോട്ടും വേണമല്ലോ. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വേണമല്ലോ. അതിന് നിങ്ങൾ സാധിക്കാൻ നിങ്ങളത് തയ്യാറാകണം. അപ്പൊ നമുക്ക് ഒരു വലിയൊരു ഐക്യത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ആ ഒരു ഐക്യമാണല്ലോ അന്ന് സ്ലീഹന്മാർ കാണിച്ചത് അല്ലെ. രാജാക്കന്മാരൊക്കെ കഴുത്ത് വെട്ടാൻ വന്നപ്പോഴൊക്കെ നിന്ന് കൊടുത്തത്, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്, എന്താ ആയിക്കോട്ടെ, അതും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. പൗലോസ്ലീഹയൊക്കെ പറയാണല്ലോ, ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ആചാരങ്ങൾ നടത്തിക്കോ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് പങ്കുചേരാം എന്നൊക്കെയാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങൾ, റോമാക്കാർക്കെഴുതിയ ലേഖനങ്ങളിലൂടെ ഒക്കെ പൗലോസ്ലീഹയും പത്രോസ്ലീഹയും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അത് ഈശോയും പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണല്ലോ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ചോ. നിങ്ങൾ ക്രിസ്തുവിനെ മാത്രമല്ല,
ക്രിസ്തുവിനെ മാത്രമല്ല പ്രഘോഷിക്കണം, നിങ്ങൾ എല്ലാം പ്രഘോഷിച്ചോളണം. അവിടെയുള്ള ആചാരങ്ങൾ, അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ അതൊക്കെ ആഘോഷിച്ചുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിലേക്ക് കടക്കാം എന്ന് നിങ്ങൾ പ്രഘോഷിച്ചോളണം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ക്രിസ്തു എല്ലാവരും അയച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക്, ഈ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരണം. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യണം. നമുക്ക് ഇനി മുതൽ ആ കുരിശിന്റെ വഴിയും ആരാധനയും ഒരു ധ്യാനമൊക്കെ ഈ അമ്പലങ്ങളിലും ജുമാ മസ്ജിദിലൊക്കെ നടത്താൻ പറ്റും എന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കണം. അത് തീരുമാനിച്ചിട്ട് ഒരു ഡിഗ്രി ഒക്കെ ഇറക്കിയിട്ട് നിങ്ങൾ ഉടനെ തന്നെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം നിങ്ങളോട് ഇത്തരത്തിലുള്ള പൊട്ടത്തരം വിളിച്ചു പറയുന്ന വൈദികരെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ എത്ര തന്നെ പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ല. എന്നെ എന്തിനാ തള്ളണേ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് എന്തോരം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിച്ച് സാധാരണക്കാരായ ഓരോ വ്യക്തികളെയും അതിൽ നിന്നും വ്യതിചലിപ്പിക്കുമ്പോൾ, അതിൽ നിന്ന് പാപത്തിലേക്ക് വിടുമ്പോൾ അതിന്റെ എത്രയോ ഭീകരമായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കൊള്ളുക. കാരണം നമ്മുടെ പഴയ നിയമത്തിലൊക്കെ അറിയാം, സോളമന്റെ ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും എന്താ മനസ്സിലാക്കാത്ത എന്ന് മനസ്സിലാവുന്നില്ല. കാരണം സോളമൻ ഇതേപോലെ വാർദ്ധക്യകാലത്ത് അനാചാരങ്ങളുടെ കുറെ വിദേശ സ്ത്രീകളെ അവർ വിവാഹം കഴിച്ചില്ലല്ലോ. ഈ സോളമൻ വിവാഹം കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ, ഇല്ല അല്ലെ, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർ ആ വിവാഹം ചെയ്ത് അവസാന കാലത്ത് ആ ഭാര്യമാരുടെ ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് പോയി അവർക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ പണിതു കൊടുത്തു, ഒക്കെ ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ച? ഈ ഗോത്രങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞു, അടിപിടി, അടിച്ചു പിടിച്ചു. ഇതാണ് ഇന്ന് നമ്മൾക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പ്രസംഗിക്കാൻ ഇരിക്കുക. അതല്ലെങ്കിൽ ഈ കുപ്പായം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിനോട് വിശ്വസ്ത കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ കുപ്പായം ഊരിക്കളഞ്ഞിട്ട് എനിക്ക് എന്റെ പണിക്ക് പോകാം, അവരുടെ പണി ചെയ്തോളട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി നിഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.